പ്ലസ് ടു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ അടുത്ത പ്രാക്ടിക്കൽ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ലിബ്രെ ഓഫീസ് ബേസിൻ്റെ ലാസ്റ്റ് സെഷനാണ്. നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ കാണാം, ക്രിയേറ്റ് ഡാറ്റാബേസ് ടേബിൾ നെയിംഡ് എംപ്ലോയി ആൻഡ് പേ ഡീറ്റെയിൽസ് വിത്ത് ദ ഫോളോയിങ് ഫീൽഡ് നെയിം. ഈ ഒരു പ്രോബ്ലത്തിൻ്റെ പേര് ക്രിയേറ്റിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടേബിൾസ് എന്നുള്ളതാണ്. ക്രിയേറ്റിംഗ് റിലേഷൻഷിപ്പ്, ആ പേര് പഠിച്ചു വെച്ചേക്കുക, റിലേഷൻഷിപ്പ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ബോർഡ് എക്സാമിന് ഇത് തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ തിയറി പോർഷൻ, 20 മാർക്കിൻ്റെ തിയറി പോർഷനിലെ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് റിലേഷൻഷിപ്പ് ടേബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഈ പ്രോബ്ലം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ തിയറിറ്റിക്കലി നിങ്ങൾക്ക് എഴുതി മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം പ്രാക്ടിക്കലിൽ 3 പ്രോബ്ലമാണ് നിങ്ങൾക്ക് വരാനുള്ള സാധ്യത. ഓക്കെ, പേറോൾ പ്രിപ്പറേഷൻ, അത് ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. എംപ്ലോയി ഡീറ്റെയിൽസ്, അതായത് ക്രിയേറ്റിംഗ് ഡാറ്റാബേസ് ഒബ്ജക്ട്സ്, അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ അതിൻ്റെ ഫൈനൽ ചോദ്യമാണ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ 2 ടേബിൾ നെയിം കൊടുത്തിട്ടുണ്ട്, അതിൽ ഇൻപുട്ട് ചെയ്യേണ്ട ഫീൽഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ടേബിൾ മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി, 2 ടേബിൾ മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിച്ചാൽ മതി. വേറെ ഫോമോ കൊറിയോ ഒന്നും റൺ ചെയ്യാനില്ല. ജസ്റ്റ് നിങ്ങൾക്ക് 2 മിനിറ്റ് കൊണ്ട് ഇത് തീർക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ 2 ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടേബിളിൽ പോയിട്ട് ഫസ്റ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ടേബിൾ ഏതാണ്? നമുക്ക് ഇതാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എംപ്ലോയി ഐ ഡി, എംപ്ലോയി നെയിം, എംപ്ലോയി സെക്സ്, എംപ്ലോയി ഡെസിഗ്നേഷൻ. അപ്പോൾ അതങ്ങോട്ട് എൻ്റർ ചെയ്യുക. ഓക്കെ, എംപ്ലോയി ഐ ഡി, എംപ്ലോയി നെയിം, EMB_ID, EMB നെയിം, അടുത്തത് EMB6, EMB_6, അടുത്തത് EMB ഡെസിഗ്നേഷൻ, EMB_ഡെസിഗ്നേഷൻ. ഓക്കെ, അപ്പോൾ എംപ്ലോയി ഐ ഡിയിൽ പോയിട്ട് പ്രൈമറി കീ സെറ്റ് ചെയ്യുക. എന്നിട്ട് സേവ് ആസ് അടിക്കുന്നു. എഗെയിൻ പേര് എംപ്ലോയി. അപ്പോൾ ഈ പ്രൈമറി കീ സെറ്റ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകില്ല. എംപ്ലോയി ഐ ഡിയിൽ കൊണ്ടുപോയിട്ട് എല്ലാ പ്രോബ്ലത്തിലും നിങ്ങൾ പ്രൈമറി കീ സെറ്റ് ചെയ്യുക. ഓക്കെ അടിക്കുക. അതവിടെ സേവ് ആയി. ഇനി ഇത് ക്ലോസ് ചെയ്തേ. എംപ്ലോയി എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ ക്രിയേറ്റ് ആയി. വീണ്ടും 2ാമത്തെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. 2ാമത്തെ ടേബിൾ എംപ്ലോയി ഐ ഡി, എംപ്ലോയി BP, എംപ്ലോയി DA, എംപ്ലോയി HR, എംപ്ലോയി GP. ഇതാണ് ഫീൽഡ്. ID BP അല്ലേ, എംപ്ലോയി ഐ ഡി, EMB_ID, EMB_ID നമ്പർ, EMB_BP നമ്പർ. ദെൻ അടുത്തത് EMB_DA, EMB_HR, EMB_DA, EMB_HR, EMB_HR. The last one EMB_GP, EMB_GP. അപ്പോൾ എല്ലാ ഫീൽഡും നമ്മൾ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും സേവ് ആസ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പേ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ പേരിലാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൈമറി കീ സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സേവ് ആസ് അടിക്കുക. ഓക്കെ, അത് മറന്നു പോകരുത്. പേ ഡീറ്റെയിൽസ്. ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, കഴിഞ്ഞു, നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി 2 ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി പോകേണ്ടത്, പ്രത്യേകം ശ്രദ്ധിച്ചോ, ടൂൾസിൽ പോവുക. ഈ 2 ടേബിൾ ക്രിയേറ്റ് ചെയ്താൽ പിന്നെ ഫോമോ കൊറിയോ റിപ്പോർട്ടോ ഒന്നിലും നിങ്ങൾ പോകണ്ട. റിലേഷൻഷിപ്പിൻ്റെ ചോദ്യമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ 2 ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, ശേഷം ടൂൾസിൽ പോവുക, റിലേഷൻഷിപ്പ് എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് അവിടെ 2 ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത 2 ടേബിൾ കാണാം, അത് രണ്ടും ആഡ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഇതിനെ പിടിച്ച ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തുക, അതായത് കുറച്ച് ഗ്യാപ്പ് ഇടുക. നമുക്ക് ആ റിലേഷൻഷിപ്പ് കാണണമെങ്കിൽ ഒരു വര വരും, ഒരു ലൈൻ അവിടെ വരും, അത്രേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. ഈ എംപ്ലോയി ഐ ഡിയിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഡ്രാഗ് ചെയ്ത് ഈ എംപ്ലോയി ഐ ഡിയിലേക്ക് കൊണ്ട് ഇടുക. കഴിഞ്ഞു. ഇതാണ് പ്രോബ്ലം. സോ വീഡിയോ കഴിഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ്.